നമസ്കാരം, ഞാൻ നജീബ് ഓടതല. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു 2000 പേർക്കുള്ള പുളിങ്കറിയാണ് കേട്ടോ. അത് കൊച്ചി സ്റ്റൈൽ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കിയാലോ? എനിക്ക് വീഡിയോയിലേക്ക് വാ. ആദ്യം തന്നെ നമുക്ക് ഒരു 8 കിലോ ശർക്കര ഉണ്ട്, അത് ഉരുക്കിയെടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചിട്ട് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. അപ്പോൾ പുളിങ്കറി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോഴാണ് ആ പുളിങ്കറിക്ക് ടേസ്റ്റും ആ കളറും ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അത്യാവശ്യം വെള്ളത്തിലാണ് ഉരുക്കുന്നത്. പുളിങ്കറിക്ക് സവോള നമുക്ക് ചെറുതായിട്ട് അരിയണം കേട്ടോ. അപ്പോൾ സവോള എടുത്തിട്ട് 2 വെട്ട് ഇങ്ങനെ നടുവേ വെട്ടിയാൽ മതി. അങ്ങനെ ഇനി പുളിങ്കറി ഉണ്ടാക്കാൻ പോവാം കേട്ടോ. വാർപ്പ് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ കേട്ടോ, ഒരു 2 കിലോ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞതേ. 1/2 കിലോ വീതമാണ് കേട്ടോ എടുത്തേക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളി. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഒരു 2 കിലോ പച്ചമുളക്, പച്ചമുളക് നന്നായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഒരു 4 കിലോ അരിഞ്ഞ സവാള കേട്ടോ. ഇനി അതിലേക്ക് കറിവേപ്പില കേട്ടോ. സവാളയുടെ നീരൊക്കെ പറ്റി ഒരു ഗോൾഡൻ കളറിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് മുളക് പൊടിയേ, ഒരു 1/4 കിലോ മുളക് പൊടി. ഇനി അതിലേക്ക് ഒരു 5 കിലോ ഈന്തപ്പഴം, എല്ലാം കഴുകി വെച്ചേക്കണേ. ഇനി അതിലേക്ക് ഒരു 3 കിലോ വാളംപുളി പിഴിഞ്ഞത് കേട്ടോ. അതിൻ്റെ പിഷിടൊക്കെ എടുത്ത് കളഞ്ഞാണേ. ഇനി അതിലേക്ക് ഒരു 8 കിലോ ശർക്കര ഉരുക്കിയത് കേട്ടോ, അരിച്ചൊഴിക്കുക. കുറച്ച് അണ്ടിപ്പരിപ്പേ. ഈ അണ്ടിപ്പരിപ്പേ ഈ പുളിങ്കറിയിലിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. തിന്നുന്ന സമയത്ത് ആ അണ്ടിപ്പരിപ്പ് തിന്നുമ്പോൾ ഒരു വല്ലാത്തൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. പുളിയിൽ ഓൾറെഡി ഉപ്പുണ്ടല്ലോ, അതുകൊണ്ട് ചേർത്തിട്ടില്ലേ. പുളിയും മധുരവും സമം നിന്ന് കഴിഞ്ഞാൽ ആ പുളിങ്കറി വറ്റി വരുമ്പോൾ എല്ലാം കറക്റ്റ് ആവുള്ളൂ കേട്ടോ. പുളിങ്കറി ഉണ്ടാക്കുമ്പോഴേ അത്യാവശ്യം ടൈം എടുത്ത് തന്നെ ഉണ്ടാക്കണം കേട്ടോ. ഇപ്പം പുളി വെള്ളത്തിലിടുമ്പോഴും ശർക്കരപ്പാനി റെഡിയാക്കുമ്പോഴൊക്കെ വെള്ളം കൂടുതലൊഴിച്ച് ചെയ്ത് ഈ രീതിയിൽ വറ്റിച്ചെടുക്കണം. വറ്റിച്ച് ടൈം എടുത്ത് വറ്റിച്ചെടുത്താൽ മാത്രമേ പുളിങ്കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പുളിങ്കറിക്ക് ശർക്കര മേടിക്കുമ്പോഴേ ബ്ലാക്ക് ശർക്കര ചോദിച്ച് വാങ്ങിക്കണം കേട്ടോ. വൈറ്റ് ആണെങ്കിൽ കളർ ഉണ്ടാവത്തില്ല. ഇപ്പം നമ്മുടെ പുളിങ്കറിയുടെ കളർ നോക്കിയാൽ വറ്റി നല്ല വിളഞ്ഞ് കിടക്കണം കേട്ടോ. കണ്ട, ആഹാ. അപ്പം നമ്മുടെ പരുവ് പോയിട്ടുണ്ട്. ഈ പരുവത്തിൽ തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് നെയ്യ് കൂടി കേട്ടോ. തീ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ കൊച്ചി സ്റ്റൈൽ പുളിങ്കറിയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അതുവരെ നന്ദി, നമസ്കാരം.